എസ്തെറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ ക്ലീവേജോ അല്ലെങ്കിൽ നമ്മുടെ നേവലോ കാണിച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നു. അതെ അവിടെ നമ്മൾ സെക്യൂർഡ് ആണ്, നമ്മൾ കംഫർട്ട് ആണ്. Exactly. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഔട്ട് പുറത്തേക്ക് വിടുന്നത് നമ്മൾ നമുക്ക് ധാരണയുണ്ട്. മറ്റേത് അതില്ലല്ലോ അല്ലെ. നമ്മൾ നോക്കി അത് അപ്രൂവ് ചെയ്തിട്ടേ അല്ലെങ്കിൽ അത് ഓക്കെ ഇത് വന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം, എന്നിട്ടല്ലേ അത് പുറത്തേക്ക് വരുള്ളൂ. പിന്നെ അതിലും കോൺസിക്വൻസസ് വരാനുണ്ട്, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും അല്ലേ, നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇത് നമ്മൾ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടിയായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അതൊരു വലിയ മേജർ കൺസേൺ. അങ്ങനെ ഇപ്പൊ ശരിക്കും ട്രോമ വന്നിട്ടുള്ള ഫേസ്ബുക്ക് കമന്റ് ബോക്സുകളോ ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സുകളോ ഉണ്ടോ? എനിക്കുണ്ട് ട്രോമ എന്ന് പറഞ്ഞാൽ. ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസിന്റെ സമയം തൊട്ട് ഈ ഒരു സാധനം ഫേസ് ചെയ്യുന്ന ആളാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ 75 ദിവസം ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാ. ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും, ആൻഡ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അത് ആ ഗെയിം എന്നല്ല, നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവരെയും ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് ഇടുള്ളൂ. അതിന്റെ ഉദ്ദേശം തന്നെ ഇവർ തെറ്റിപ്പിരിയണം എന്നാണല്ലോ. അപ്പം അതിൻ്റെതായ ചില നമ്മൾ യോജിക്കാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ വരും. പക്ഷെ ഈ പറയുന്ന പോലെ അതും വെച്ചുകൊണ്ടല്ല നമ്മള് അതിനകത്ത് ജീവിക്കുന്നു. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് നമുക്കറിയാം അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴും അയ്യോ ഇവരെ തന്നെയാണല്ലോ കാണേണ്ടത്, ഇനിയും കിടക്കുന്ന ദിവസം, ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ മാക്സിമം നമ്മളെല്ലാം സോർട്ട് ചെയ്തേ പോയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ അതിനകത്ത് താമസിച്ചു. പക്ഷെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സാഹചര്യം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം എന്നെ പറയുന്നു, എൻ്റെ അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു, കൊച്ചിനെ പറയുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനാരിയോയിലായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് വെൻ ഇറ്റ് കംസ് ടു സൈബർ ബുള്ളിങ്. സോ ആ സമയം തൊട്ടേ ഞാൻ ഇത് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് എനിക്കത് ആക്ച്വലി ഒരു പുതിയതായിട്ട് തോന്നുന്നില്ല. ഇന്ന് എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ ഭയങ്കര യൂസ്ഡ് ആയിപ്പോയി, ഭയങ്കര വെച്ചാൽ വളരെ യൂസ്ഡ് ആയിപ്പോയി. ഇന്ന് ഞാൻ അതിനെ ഭയങ്കര എന്താ പറയാ, പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇപ്പൊ റിയാക്ട് ചെയ്താലും തിരിച്ച് നമ്മളിപ്പോ അവരൊന്ന് പറഞ്ഞു, നമ്മൾ തിരിച്ച് 2 പറഞ്ഞാൽ അവര് 10 തിരിച്ചു തരും. അപ്പൊ അതിനേക്കാളും നല്ലത് മാക്സിമം ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. തിരിച്ച് അവരും ഇങ്ങോട്ട് സർക്കാസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത് ഒരു ശീലമായി. എങ്ങനെ ഡോട്ടർ ആര്യനെ കാണുന്നത്? അതിപ്പോ ശരിക്കും പറഞ്ഞാൽ അവളോട് ചോദിക്കേണ്ടി വരും. പക്ഷെ ഐ തിങ്ക് ഒരു അമ്മ ഫിഗർ എന്നുള്ളതിനേക്കാളും മോർ ലൈക്ക് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഹൈറ്റ് വൈസ് ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, അതായത് അവൾക്ക് എന്റെ പൊക്കമുണ്ട്, നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പം ഇപ്പൊ സ്കൂളിൽ ഞാൻ വിളിക്കാനൊക്കെ പോകുമ്പോ എന്റെ തോള് കൈയിട്ടൊക്കെയാണ് നടക്കണത്. അല്ലാണ്ട് ഒരു കൈ പിടിച്ച് നടക്കുക അങ്ങനെയൊന്നുമില്ല. തോളി കൈയിട്ട് ലാവിഷായിട്ട് ഇന്നിങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചില്ലാണ് ആള്. പിന്നെ ഇപ്പൊ ആളുടെ ഒരു ടീനേജ് ഒരു ഇതിലേക്ക് കടക്കുന്നതിൻ്റെതായ ചില പൊട്ടലും ചീറ്റലും എന്നല്ല, നമുക്കും അറിയാം, നമ്മൾ ആ ഒരു ഫേസ് കഴിഞ്ഞാണല്ലോ വന്നത്. അപ്പൊ ഇപ്പോ പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സ്, ആ ഒരു ഗ്യാങ്, സ്കൂളിലെ വേണ്ടപ്പെട്ട ആളാണ്, നോട്ടപ്പുള്ളിയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പം അധിക സംസാരമൊന്നും നമ്മൾ വീട്ടുകാരായിട്ടൊന്നും ഇല്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പോയി വിശേഷമൊക്കെ ചോദിക്കണം. ഇന്ന് സ്കൂളിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചോദിക്കുമ്പം എന്തെങ്കിലും വീണ് കിട്ടിയാലായി. അങ്ങനെയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാം വന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട്സിനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. പക്ഷെ എന്നാലും ഇപ്പൊ എന്നെയൊക്കെ ഭയങ്കര പേടിയൊന്നുമില്ല. അതിപ്പോ നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല. അങ്ങനെ അയ്യോ അമ്മ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ആള് ഭയങ്കര കൂളാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. പൊതുവെ അങ്ങനെയാണ്, കുറച്ച് റിസർവ്ഡ് ക്യാരക്ടറാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി ചോദിച്ചില്ലെങ്കിൽ പറയില്ല, മിണ്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷെ അവളുടെ ഫേസ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എടുത്ത് പിന്നെ സമാധാനിപ്പിച്ചൊക്കെ വരുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു, അതാണിപ്പം ഇപ്പോഴത്തെ ഒരു ഏജിന്റെയും കൂടി ആയിരിക്കും അത്. പക്ഷെ
ഷീസ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര, അത് ചെറിയ പ്രായം തൊട്ടേ അങ്ങനെയാണ്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവൾക്കറിയാം അമ്മ അച്ഛൻ, ഐ മീൻ അവർ ഡിവോഴ്സ്ഡ് ആണ്, പക്ഷേ അമ്മ ഉണ്ട്, അച്ഛനും ഉണ്ട്, ലൈഫിൽ രണ്ടുപേരും ഉണ്ട്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച് ദേ വിൽ ബി ദെയർ ഫോർ മീ. ഇതൊക്കെ മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. ബട്ട് മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെ, ഇത് കുട്ടീനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവരെയും ഇപ്പൊ ഞങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് പോകുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, ഇതെല്ലാം തനിയെ മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവള് നോക്കുമ്പം എന്താണ്, ഇപ്പം അമ്മ ഉണ്ട്, അമ്മയുടെ സ്പേസിൽ വളരെ ഹാപ്പിയാണ്. എനിക്ക് അമ്മയുണ്ട്, എനിക്ക് വേണ്ടപ്പോഴൊക്കെ അമ്മ is with me. അതുപോലെ അച്ഛയുടെ സ്പേസിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വേണ്ടപ്പോഴൊക്കെ അച്ഛൻ ഉണ്ട്, അതും ഓക്കെയാണ്. അവരെന്നും ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരെന്നും വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, ഹീസ് മാരിഡ്, അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഇപ്പൊ അവനുമായിട്ടാണ് വീഡിയോ കോളില്, ബ്രദർ ആണല്ലോ, ബേബി ബ്രദർ ആണല്ലോ. അപ്പൊ അവനുമായിട്ട് എപ്പോഴും അവന്റെ ഫോട്ടോസ് അങ്ങോട്ട് ഷെയർ ചെയ്യുക, വീഡിയോസ് അയക്കുക, അവനുമായിട്ട് വീഡിയോ കോളിൽ, കുഞ്ഞ് ബേബിയാണ്, 1 വയസ്സ് പോലും ആയിട്ടില്ല, വീഡിയോ കോളിൽ സംസാരിക്കുക. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ഫോർ അസ്. ഇത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ് ആയിരുന്നു ദാറ്റ് ഇപ്പം സാധാരണ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന ആളുകളുടെ ഇടയിൽ ഈ പരസ്പര ബഹുമാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം ഒന്നും അത്രത്തോളം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പം നമ്മൾ തന്നെ അങ്ങനത്തെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം കുട്ടികൾക്ക് പലപ്പോഴും ഒരാളോട് ഭയങ്കരമായിട്ടൊരു അഫിനിറ്റി ഉണ്ടാവുക, മറ്റൊരാളെ മൊത്തത്തിൽ ഒരു വെറുപ്പിൽ പൊതിയുക, പിന്നെ ഒരു റിയലൈസേഷൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗം. അങ്ങനെയാണ് സാധാരണ സെലിബ്രിറ്റീസിന് എല്ലാ ഡിവോഴ്സിലും അങ്ങനെയാണ്. പക്ഷെ ആരും ഓവർ ദി ഇയേഴ്സ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ആ ഒരു ബഹുമാനമുണ്ട് പരസ്പരം എന്നുള്ളത് കുട്ടിക്കും കൂടി അവെയർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെയാണ്, അങ്ങനെ രണ്ടുപേരും ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ഓബ്വിയസ്ലി നിർബന്ധമായിട്ടും അങ്ങനെ കോൺഷ്യസ്ലി ഒരു ഡിസിഷൻ എടുത്തത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചെടുത്ത തീരുമാനമല്ല. തുടക്കം മുതലേ ഇപ്പോൾ അദ്ദേഹമാണെങ്കിലും എന്നെ പറ്റി ഒരിക്കലും, എന്നെയോ എൻ്റെ വീട്ടുകാരെ പറ്റിയോ ഒന്നും ഒരിക്കലും മോശമായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതെ. തിരിച്ച് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിന്റെ വീട്ടുകാരെയോ മോശമാക്കി കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അവൾക്ക് അറിയാവുന്ന ഇത്രേ ഉള്ളൂ, അമ്മ അച്ഛ തമ്മില് ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ, അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതൊക്കെ അവൾക്കറിയാം. അവൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവൾ ചോദ്യവും ചെയ്തിട്ടില്ല. അവൾക്കറിയാം ഇപ്പം അവളുടെ പപ്പാസ് ഇൻ എ വെരി ഹാപ്പി സ്പേസ്, ബിക്കോസ് പപ്പയുടെ കല്യാണം കഴിഞ്ഞു, പപ്പയ്ക്ക് വൈഫുണ്ട്, ബേബി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ മോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി ഭയങ്കര ഒരു ട്രാൻസ്പെറൻറ്റ് ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ. എല്ലാവരും ഹാപ്പിയാണ്. കുഞ്ഞ് ആരെയും വിഷമിച്ച് കാണുന്നില്ല. അവൾ ഇതുവരെ ഞങ്ങൾ ആരും സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും പരസ്പരം ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷനോ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല. ആയി എത്രമാത്രം ഹാപ്പിയാണ് ഇങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന? ഓബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. അതായത് ഇപ്പം ഓവർ ദ ടൈം ഓഫ് ഇയേഴ്സ് ഇറ്റ് ഇസ് പ്രൂവൻ ദാറ്റ് ഒന്നിക്കേണ്ടിയിരുന്ന ആൾക്കാർ ഞങ്ങളല്ല എന്നുള്ളത് ഇപ്പൊ പ്രൂവ് ആയില്ലേ. ബിക്കോസ് അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. അവർ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ശരിയാണ്, ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, ഖുഷി. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരുതുന്നുള്ളൂ ഞങ്ങളുടെ ലൈഫിൽ. വലിയൊരു ഗിഫ്റ്റ്, കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത എന്തോ പുണ്യത്തിന് തന്ന ഗിഫ്റ്റാണ് മോള്. അല്ലാത്ത പക്ഷം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പേസസിൽ വളരെ ഹാപ്പിയാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെ പോകും. ഞങ്ങൾ അവളുടെ എല്ലാ ഡിസിഷൻസും മ്യൂച്വലി തന്നെയാണ് എടുക്കുന്നത് ഇപ്പോഴും. അതുപോലെ എനിക്ക് എന്തെങ്കിലും അവളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിച്ച് പറയുന്ന ആളും അദ്ദേഹം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഹി വിൽ ടോക്ക് ടു ഹെർ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഇറ്റ് ഷുഡ് വർക്ക്. യു ഷുഡ് ക്രിയേറ്റ് അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ മക്കൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം.
നമ്മള് ഇപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ്, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രശ്നമാണ്, ഞങ്ങളുടെ തെറ്റുകളാണ്, ഞങ്ങളുടെ മിസ്റ്റേക്സ് ആണത്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം അവർക്ക് വേണ്ട ഹാപ്പി സ്പേസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വളരെ സമാധാനപരമായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ പാരൻസിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് കോൺഷ്യസ്ലി ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കും അപ്പം ആര്യയുടെ ചൈൽഡ്ഹുഡും വളരെ നല്ലതായിരുന്നു കൊണ്ടാണോ you believe that your child's childhood should be colorful, beautiful? ഡെഫിനറ്റ്ലി. എനിക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എൻ്റെ അച്ഛനും അമ്മയല്ലേ. അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ച ഒരു കപ്പിളാണ് എൻ്റെ അച്ഛനും അമ്മയും. അവര് വഴക്കൊക്കെ ഇടാറുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വഴക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അവര് തന്നെ സോൾവ് ചെയ്യും. കൂടിപ്പോയ 1-2 ദിവസം മിണ്ടാണ്ടിരിക്കും, 3-ാമത്തെ ദിവസം രണ്ടുപേരും വീണ്ടും ചക്കരയടയാണ്. അവർ ബേസിക്കലി ടോം ആൻഡ് ജെറി ആയിരുന്നു, ആസ് ഫാർ ആസ് ഐ റിമെമ്പർ. രണ്ടുപേരും ടോം ആൻഡ് ജെറി ആണ്. പക്ഷെ എന്നാ ഈ പറഞ്ഞ പോലെ ടോമിനും ജെറിക്കും രണ്ടുപേരും ഇല്ലാതെ അവർക്കൊരു ലൈഫിൽ അവർക്കൊരു സ്റ്റോറി ഇല്ല അല്ലേ. ടോം ഇല്ലാണ്ട് നമുക്ക് ജെറിയെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ജെറി ഇല്ലാണ്ട് ടോമിനെ ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. സോ അതൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം യുനോ എനിക്ക് കുഞ്ഞിന് നമ്മൾ ഒരിക്കലും ഒരു മക്കളും അച്ഛനമ്മ കാരണം ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിൽ ഏർപ്പെടരുതെന്ന് എൻ്റെ ആഗ്രഹമാണത്. എനിക്ക് പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കത് വാശിയായിരുന്നു. അങ്ങനെ ഒരിക്കലും കുഞ്ഞൊരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരരുത് എന്നുള്ളത്. വന്നിട്ടില്ല, വരുത്തിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും വെഞ്ചറിങ് ഇൻ ടു ബിസിനസ് അത് വേറെ തന്നെ ഒരു പരിപാടിയല്ലേ. പൈസ വരുന്നു, ടാലി ആക്കണം എക്സ്പെൻഡിച്ചർ, അത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, കംപ്ലൈൻറ്റ്സ് വരാൻ പാടില്ല, അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അത് ആർട്ടിസ്റ്റിക് സ്പേസ് എന്നല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണ് അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആര്യയുടെ പേഴ്സണൽ സ്പേസും അത്ര ഓക്കെ ഒന്നല്ല. ഐ മീൻ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്, ഇത് എങ്ങനെ ബാലൻസ് ചെയ്തിരുന്നു? ബാലൻസ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൈബർ ബുള്ളിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അത് റിയലൈസ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട്. കാരണം നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ. ഇപ്പോൾ ബുള്ളി ചെയ്യുന്ന ആൾക്കാരോട് 100 പേര് നമ്മളെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ഈ 100 പേരോടും നമുക്കിരുന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സൈഡ് ഓഫ് ദ സ്റ്റോറി. ആൻഡ് ഈ 100 പേരും നമ്മളിങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഡോണ്ട് വാണ്ട് ടു ഹിയർ അവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അവരെന്ത് കേട്ടോ അതിൽ അവർ ഓക്കെ ആണ്, അതുകൊണ്ടാണ് നമ്മളെ അവർ ജഡ്ജ് ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ സൈഡ് എന്താണ് കേൾക്കണം എന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ എടി പോടി മറ്റേ ഡാഷ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പോസ്റ്റിന് താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്ത ആണോ ശരി, ഓക്കെ സന്തോഷം, ഇത്രേ ഉള്ളൂ. നിങ്ങളത് വായിക്കുന്നു, അത് വായിച്ചിട്ട് യു ഗോ ബാക്ക് ഇൻ ടു ദ ഐഡിയേഷൻ. അതായത് ഇന്ന ഡിസൈൻ വന്നിട്ടുണ്ട്, ഇന്ന കളർ ഇത് നമ്മളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞത് കള്ളത്തരമായി. വിഷമിപ്പിക്കാറുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒക്കെ കാണുമ്പോഴല്ലേ, ഈ ഗെറ്റ് റെഡി വിത്ത് മീയിൽ എന്തുള്ളത്, രാവിലെ എണീറ്റ് മറ്റേ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി ഒരു പരിപാടിക്ക് ഇതിന്റെ താഴെ വന്നിട്ട് ഒരാള് ഇന്നലെ ഇട്ട ഗെറ്റ് റെഡി വിത്ത് മീയുടെ താഴെ ഒരാള് ഒരു കാര്യമില്ലാണ്ട് ഫേക്ക് അക്കൗണ്ടാ, ശവം കമന്റാ. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഈശ്വര ഇത് എന്തിനാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ്, എന്തിനാണ്? അപ്പൊ എന്തോ അവർക്ക് എന്തോ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ ചിരിക്കുക ചെയ്യണത്. ഇത് തന്നെ ഒരു 4-5 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരയുണ്ടാവും. എന്തിനാ അയാൾ എന്നെ ശവം എന്ന് വിളിച്ചെന്ന് വെച്ചിട്ട് ആ ഒരു ഫേസ് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് ചിരിക്കുക, ശവം കൊള്ളാലോ, നന്നായിട്ടുണ്ട്, എന്ത് കാര്യത്തിലാണോ ഇയാൾ എന്നെ ശവം എന്ന് വിളിച്ചത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാനേ എനിക്ക് തോന്നുള്ളൂ. സോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യുനോ ആസ് ഐ സെഡ്, ഇത് നമ്മൾ യൂസ്ഡ് ആയി. പിന്നെ കാലം പോകും തോറും നമുക്ക് മെച്യൂരിറ്റി വരുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് മനസ്സിലായി ഇതിലിനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കമന്റ് വായിക്കുന്ന കുഴപ്പമില്ല. അടുത്തത് അതാ എൻ്റെ കോമഡി. ഇപ്പൊ എൻ്റെ ബിസിനസ് ഞാൻ 80% ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ഫോണിലാണ്, ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം എൻ്റെ ഫോണിൽ 2 ഇൻസ്റ്റ സൈൻഡ് ആണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയുണ്ട്, എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയിലും ഞാൻ തന്നെയാണ് കയറി കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ കമന്റ് വായിച്ചിട്ടായിരിക്കും ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു, മറ്റേ പ്രൊഫൈലിൽ പോകുന്നു, കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കുന്നു. എന്നെ ബാധിക്കുന്നില്ല സത്യം. ഞാൻ അതാ പറഞ്ഞത്, ഒരു മരവിപ്പാണ് ഇപ്പൊ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴേ.
ഇറ്റ്സ് ഓക്കെ. ഐ മീൻ അവർ അത് എന്നെ അങ്ങനെ രണ്ട് പറയുന്നുണ്ട്, അവർക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അപ്പോൾ തന്നെ അപ്പുറത്ത് പോയി ഒരു 2 സാരി വെക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനം. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്ത്. ദിസ് ഇസ് ഹൗ ഐ ബാലൻസ്. ഇവിടെ ഒരു നെഗറ്റീവ് കമന്റ് അപ്പം തന്നെ അപ്പുറത്ത് കയറിയിട്ട് ഒരു 2 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം, ഓക്കെ, തൃപ്തി. ഇപ്പം ആരുടെ വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പരിചയമുള്ള യങ് ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ. അപ്പം അവര് വെൻ ദ സ്പീക്ക് അബൌട്ട് ലവ്, മാരേജ്, അതൊക്കെ ആരുടെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം അവരെയൊക്കെ ഒരു 10 വയസ്സ് താഴെയുള്ള ഒരാൾ വന്നിട്ട് അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ മാരി ചെയ്യാൻ പോവാണ്, ഞാൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ വിചാരിക്കുക. അപ്പം ഇപ്പോൾ നമുക്ക് ആദ്യം മാരേജ് എടുക്കാം. സോ ഇപ്പം ഞാൻ മാരി ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അവരോട് പറയുക? ടൈം എടുക്കണം എന്നാണോ പറയുക, അതോ ഇത് മാരേജ് ഇല്ലാണ്ട് നമുക്കിത് പോസിബിൾ ആണെന്നാണോ പറയുക? എന്താ കാര്യം പറയുക? ഇഫ് യു ആർ വെരി 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 ഷുവർ അബൌട്ട് ദിസ് പേഴ്സൺ, ഗോ അഹെഡ്. ഒന്നും നോക്കാനില്ല, ഗോ അഹെഡ്. പിന്നെ മാരേജ് ഒരിക്കലും 50-50 അല്ല. ഇറ്റ് ഈസ് നെവർ 50-50. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. മാരേജ് ഇസ് നെവർ 50-50. ഇറ്റ് ക്യാൻ ബി 80-20, can be 70-30, can be 60-40, it can be 90-10. ചിലപ്പം 90 ഞാനായിരിക്കും, 10 അദ്ദേഹമായിരിക്കും. വേറൊരു പോയിന്റിൽ ചിലപ്പം 10 ഞാനായിരിക്കും, 90 അദ്ദേഹമായിരിക്കും. ബേസിക്കലി മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പാനിയൻഷിപ്പാണ്. മനസ്സിലായോ? നമ്മൾ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 90 എന്ന് പറയുന്നത് അദ്ദേഹമാണെങ്കിൽ ആ ബാക്കി 10 ഇടാൻ ഞാൻ കേപ്പബിൾ ആയിരിക്കണം. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇമോഷണലി ആണെങ്കിലും, എന്തോ ആയിക്കോട്ടെ. ആ 90 എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആളുടെ ഒരു ബാഡ് ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 10% നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം, സന്തോഷം ഷുഡ് ക്ലിയർ, അത് ബാലൻസ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബാലൻസ്, ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പാനിയനെ ആണോ നിങ്ങൾ ലൈഫിലേക്ക് കൂട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്, ഒന്നും നോക്കാനില്ല. പിന്നെ എപ്പോഴും ഹാപ്പിനെസ് ആണ് കല്യാണം എന്ന് പറയുന്നത്, എല്ലാം ഭയങ്കര മറ്റേ ഫെയറി ടെയിലാണ് എന്നും വിചാരിക്കരുത്. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ. ആ റോളർ കോസ്റ്ററിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് ടൈറ്റായിട്ട് അങ്ങിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി, ഇത് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഫെയറി ടെയിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് ലൈക്ക് ഹൗ വി എക്സ്പെക്റ്റ് ഇറ്റ്. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല, അല്ലേ? ഇപ്പം നാളെ എന്ന് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത്. എന്തുറപ്പുള്ളത് നാളെ നമ്മൾ ഉറക്കം എണീക്കോ ഇല്ലയോ എന്ന്? ഈ ഉറക്കത്തിൽ നമ്മളങ്ങ് പോയാൽ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും ഉറങ്ങുന്നത്? അല്ല. നാളെ എണീറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലും. സോ അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഹോപ്പോട് കൂടിയാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ നാളെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കുമോ നമ്മുടെ ദിവസം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കടന്നു വരാം, വിചാരിക്കാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോവാം. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അയ്യോ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത്, ഇത് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ച ഭയങ്കര മോശമായി പോയി, ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. മറിയാം കാര്യങ്ങൾ. ആ മറിയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുള്ള എനർജി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത്രയും ചെയ്യാമെങ്കിൽ സെറ്റാണ്. ഓക്കെ. ഈ പ്രണയത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, ഫെയ്ത്ത് ഓഫ് ലവ്, അതിപ്പോ ഏതവസ്ഥയിലുണ്ട്? എനിക്ക് പ്രണയത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഐ ആം എ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് പേഴ്സൺ. ഹോപ്പ്ലെസ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, പ്രണയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇമോഷണലി, ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ ഒരാൾക്ക് ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 200% കൊടുക്കുന്ന ഒരാളാണ് ഏതൊരു റിലേഷൻഷിപ്പിലും. പലപ്പോഴും അതാ സംഭവിക്കണം. എൻ്റെ റേഷ്യോസ് പാളിപ്പോവാറാണ് പതിവ്, സത്യം പറയല്ലോ. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, നമ്മളിപ്പോൾ ഒരു 90 ആണെങ്കിൽ മറ്റേ 10% ഇട്ട് നമ്മുടെ കൂടെ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പാനിയൻ ആയിരിക്കണം. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കമ്പാനിയൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ, ആ കമ്പാനിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്.
ആര്യ ഈ ഇപ്പോൾ നമുക്കൊരാളെ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ലവ് സംഭവിക്കുമോ, അങ്ങനെയൊക്കെ ആകുലതകൾ തോന്നിയിട്ടുണ്ടോ? അതിങ്ങനെ ഓർഗാനിക്കായിട്ട് നടക്കട്ടെ അങ്ങനെ അത്രേ ഉള്ളൂ? അല്ല, ആക്ച്വലി എന്താ പറയുക, ഇപ്പം ഞാൻ ഒരു നമുക്ക് ഈ എല്ലാവർക്കും ലൈഫിലൊരു സാച്ചുറേഷൻ പോയിന്റ് ഒക്കെ എത്തും എന്ന് പറയില്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പൊതുവേ ഇങ്ങനെ ഒരു അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ് ചോയ്സസ് ഭയങ്കര പൊട്ടയാണെന്നുള്ളത്. അതിന് റീസൺസ് കുറേ ഉണ്ട്. ഒന്ന്, ഞാൻ ആൾക്കാരെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ആൾക്കാരെ. ആൻഡ് ദെൻ അഗൈൻ അനദർ പ്രോബ്ലം ഇസ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എൻ്റെ സൈഡിൽ നിന്ന് അത് കുറച്ച് ജാസ്തിയാണ്. അത്ര ഒന്നും ഒരിക്കലും ഒരാളും ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്നെ എപ്പോഴും കൊണ്ട് കുഴി ചാടിക്കുന്നത്. സോ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷൻസും ഭയങ്കര പീക്കായി പോകും. നമ്മൾ തിരിച്ചും അത് പ്രതീക്ഷിക്കും ഈ പറയുന്ന പോലെ. പിന്നെ ഒരു പരിധിവരെ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ. വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പിൽ എവിടെയൊക്കെ ആയാലും നമ്മൾ അക്സെപ്റ്റൻസ് വരും. പക്ഷേ ആ അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്, ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. പക്ഷെ പിന്നീട് ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഞാനത് ഓക്കെ ആയിട്ട് വരും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എനിക്ക് അത് മടുത്തു. ഞാൻ അത് എനിക്ക് ഇനിയും ഒരാളെ നാച്ചുറലി ഒരാളുമായിട്ടൊരു കണക്ഷൻ സംഭവിച്ച് കുറേ നാൾ പ്രേമിച്ച് പിന്നെ ലിവിങ് ടുഗെദറൊക്കെ ട്രൈ ചെയ്ത് നോക്കി എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മടുത്തു. എനിക്ക് അതിനുള്ള സമയവുമില്ല സത്യം പറയാമല്ലോ. ഇല്ല, എൻ്റെ കൊച്ചു വലുതായി. ഞാനിപ്പോൾ അതായത് എന്നോട് എല്ലാവരും പറയും, ഹലോ കൊച്ച് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ 18 വയസ്സായി. ഇങ്ങനെയൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കാൻ പറയുന്നതാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, എൻ്റെ മോള് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ. നോട്ട് ദാറ്റ് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രഷർ എന്നല്ല ഞാൻ പറയണത്. അങ്ങനെയൊന്നുമില്ല, യു ക്യാൻ സെറ്റിൽ ഡൗൺ വെൻ എവർ യു വോണ്ട്. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു ഫാമിലി വേണം, കല്യാണം കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് എ കമ്പാനിയൻ ഇൻ മൈ ലൈഫ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സെറ്റിൽ ഡൗൺ ആവണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊരു 2 years ആയിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹമുണ്ട്. ലൈക്ക് ഫൈനൽ ഇറ്റ്സ് ടൈം ടു സെറ്റിൽ ഡൗൺ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ലൈക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മുടെ ആൾക്കൊരു ചായയോ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊരു ഗ്ലാസ് കാപ്പിയുമായിട്ട് സോഫയിൽ ഇരുന്നിട്ട് ഇന്ന് ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യുക, ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് നാളെ ഇങ്ങോട്ട് ഷെയർ ചെയ്യുക. ആ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് വേണം. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് ആണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് നല്ല കാര്യം അല്ല, ഇത് ഞാൻ ഇരുന്ന് പറയുമ്പോഴും ചിലപ്പോൾ പറയും, എന്താ സ്ത്രീകൾക്ക് എന്താ ഒറ്റയ്ക്ക് ജീവിച്ചു. അങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ പേരുണ്ട് ആ ഒരു സ്ഥാനത്ത്. ഞാൻ ആരാധിക്കുന്ന കുറച്ച് വുമൻ പേഴ്സണാലിറ്റീസ് അങ്ങനെ വളരെ ഒറ്റയ്ക്കാണെങ്കിലും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് ദേ ഡോണ്ട് വാണ്ട് എ പാർട്ട്ണർ, ദേ ഡോണ്ട് വാണ്ട് എ കമ്പാനിയൻ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഐ ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. ഞാൻ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ഫ്രജൈലാണ്. എനിക്കൊരു കമ്പാനിയൻ വേണം. ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എനിക്ക് ഇത് പറഞ്ഞ് കരയാനൊരു തോള് വേണം. അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ. സോ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഒരാളിലേക്ക് അങ്ങ് അടുത്ത് പോകുന്നത്. ഇപ്പം പക്ഷെ കോൺഷ്യസ്ലി ഞാൻ എന്നെ എല്ലാവരും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ലൈനൊക്കെ വരച്ചില്ല ആരടുത്തും പ്രശ്നങ്ങളൊന്നും സംസാരിക്കുക ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല. എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് ബോള് സത്യം പറഞ്ഞാൽ ബോള് കെട്ടി വെച്ചേ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കടക്കണ്ട. പക്ഷെ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഐ വുഡ് വോണ്ട് ടു ഗെറ്റ് മാരിഡ്. അതിപ്പം പ്രോപ്പറായിട്ട്
ഞാൻ ഇടയ്ക്ക് എന്നിട്ട് മറ്റേ divorcematrimony.com ഞാൻ സീരിയസ് ആയിട്ട് ശരി, സത്യമായിട്ടും ഇതാരും വിശ്വസിക്കില്ല കേട്ടാ. സത്യമായിട്ടും ഞാൻ divorcematrimony.com അതിന് പ്രചോദനമായ ഒരാള് എന്റെ ലൈഫിലുണ്ട്. ആ പേര് ഞാൻ പറയില്ല. പുള്ളിക്കാരി ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി സെറ്റിൽ ഡൗൺ ആയി. അപ്പൊ പുള്ളിക്കാരി എനിക്ക് തന്ന അഡ്വൈസ്, സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞു മതിയാക്ക്, ഇതൊക്കെ നിർത്ത്, അതിൽ രജിസ്റ്റർ ചെയ്യും, നല്ല ആലോചന വരും. പുള്ളിക്കാരിക്ക് അങ്ങനെയാണ്. നല്ലൊരു അലയൻസ് വന്നു, നല്ല മനുഷ്യൻ, അവരിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു ഇത് കൊള്ളാലോ വീഡിയോ കോൾ, എന്നാ പിന്നെ ഞാൻ ഇതൊക്കെ ചിന്തിച്ചു. വിശ്വസിക്കില്ല കേട്ടാ. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ സീരിയസ്ലി ഞാൻ ആലോചിച്ചു ചെയ്താലോ. ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചു, എന്റെ സിസ്റ്ററിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഈ മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ എങ്ങനെ, എന്താ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മകളോടൊക്കെ ഇതെങ്ങനെയാ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നൊക്കെ മൈൻഡിലൊരു പ്ലാൻ വെച്ചിട്ടുണ്ടോ? എന്ത് പറഞ്ഞു? അമ്മ ഒന്നുകൂടി കല്യാണം കഴിച്ചാൽ എന്താ നിന്റെ അഭിപ്രായം എന്നൊക്കെ? മോളോടാണോ? അവളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ ഒന്ന് കല്യാണം കഴിക്കണതിനെ പറ്റി എന്താണ് കുഞ്ഞിന്റെ അഭിപ്രായം? സൂപ്പർ, ഇത്രേ പറയുള്ളൂ, സൂപ്പർ. അല്ല, ആക്ച്വലി എൻ്റെ ഇപ്പം മോൾക്കാണെങ്കിലും അവള് കുട്ടിയാണെന്നെങ്കിലും പറയാം, ബട്ട് എന്നാലും അവൾക്ക് ഇഷ്ടമാണ് അമ്മ ഒരു കാരണം അവള് നോക്കുമ്പോൾ അവളുടെ പപ്പ കല്യാണം കഴിഞ്ഞു, സെറ്റിലായി, ഇപ്പൊ ബേബിയായി, അവര് ഹാപ്പിയായി. അമ്മ എപ്പോഴും ഒറ്റയ്ക്കാണ്. അപ്പം അവളുടെ മനസ്സിലും അതുണ്ട്, അമ്മയ്ക്കും ഒരു പാർട്ട്ണർ, ഒരു നല്ലൊരു കമ്പാനിയൻ കിട്ടിയാലുണ്ടെന്നുള്ളത് അവളുടെ. പിന്നെ അതിനേക്കാളും കൂടുതൽ എൻ്റെ സിസ്റ്റർ, എൻ്റെ അനിയത്തി, എൻ്റെ ബ്രദർ ഇൻ ലോ, അവരുടെയൊക്കെ വലിയ ആഗ്രഹമാണ് ഞാൻ ഒരു നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ലൈഫ്, എനിക്കും ഒരു കുഞ്ഞു ഫാമിലി എന്നുള്ളത്, അത് കാണണം എന്നുള്ളത് അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വളരെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരുടെയും ആഗ്രഹമാണ്. ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് നല്ലൊരാൾ വരുമ്പോൾ നമുക്കത് കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തണം.